ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. കോഴിക്കോട് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതി യാസിർ പിടിയിലായിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി പരിസരത്ത് നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ടിൽ മാത്രമാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത്. ദീപക് മലയമ്മയുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? ഏറെ ദൂരമൊന്നും സഞ്ചരിച്ചില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. പോലീസ് എങ്ങനെയാണ് ഇയാളെ പിടികൂടുന്നത്? വിനിത, ഈ കൃത്യം നടന്ന ഏതാണ്ട് 5 മണിക്കൂർ പിന്നിടുമ്പോൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി പരിസരത്ത് നിന്നാണ് പ്രതി യാസിർ പിടിയിലായിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പോലീസ് പരിശോധനയ്ക്കിടെ തന്നെയാണ് KL57X എന്ന് തുടങ്ങുന്ന രജിസ്ട്രേഷനിലുള്ള വാഹനം, KL57X 4289 എന്ന നമ്പറിലുള്ള വാഹനം പോലീസ് പിടികൂടുന്നത്. ആ വാഹനത്തിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് പൊട്ടിയതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നേരത്തെ തന്നെ CCTV ദൃശ്യങ്ങളായി പുറത്തേക്ക് വന്നതാണ്. ഇവിടെ നിന്നും കൃത്യം നടത്തിയതിനു ശേഷം പ്രതി തലയാട് ഭാഗത്തേക്ക് കടന്നു കളഞ്ഞു. എസ്റ്റേറ്റ് മുക്കിലുള്ള പെട്രോൾ പമ്പിൽ വെച്ച് 2000 രൂപയ്ക്ക് പെട്രോൾ നിറയ്ക്കുകയും അതിന് കാശ് നൽകാതെ അവിടെ നിന്നും കടന്നു കളയുകയുമായിരുന്നു. പിന്നീട് വള്ളിയാട്, തലയാട് ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച പോലീസിന്റെ പരിശോധന വ്യാപകമായി നടക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച പ്രതി പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇയാൾ കാറിനകത്ത് ഇരിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അവിടേക്ക് പോലീസ് എത്തി പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് പ്രതിയെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ വാഹനം ഉൾപ്പെടെ പോലീസ് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ താമരശ്ശേരി CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കും. തുടർന്ന് താമരശ്ശേരിയിലേക്ക് കൊണ്ടുവരും. എന്തിനാണ് ഈ കൃത്യം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഉൾപ്പെടെ കടക്കേണ്ടതുണ്ട്. ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഷിബിലയ്ക്ക് ആക്രമണമേറ്റ, ഷിബിലയുടെ മരണം സംഭവിക്കാനിടയായ ആക്രമണ സംഭവങ്ങളുണ്ടായ ഈ വീടിന്റെ പരിസരത്താണ്. ഇവിടെ ഇപ്പോഴും നാട്ടുകാർ ഉൾപ്പെടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവരൊക്കെ തന്നെ ഈ ഒരു പ്രതിയെ പിടികൂടുമോ, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഈ ഒരു സംഭവത്തിൽ ഒരു കൃത്യമായ ഒരു നിലപാട് പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക എന്നൊക്കെയുള്ളത് അന്വേഷിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സുനിറേട്ട ഇപ്പോൾ പിടിച്ചു എന്നുള്ളത് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതെ, ഈ പ്രതിയെ പിടിച്ചു എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. KL57X 4289 ഗ്രേ കളറുള്ള അൾട്ടോ കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിലെടുത്ത് പാർക്ക് ചെയ്തതിൽ കാണുകയും ആളുകൾക്ക് ഈ നമ്പർ മൊത്തത്തിൽ വാട്സപ്പിലൂടെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ മൊത്തം എല്ലാ സ്ഥലത്തും എത്തിയത് കൊണ്ട് ആളുകൾക്ക് സംശയം തോന്നിയപ്പം ആ വണ്ടി പരിശോധിക്കുകയും ആ വണ്ടിയിൽ പ്രതിയെ കണ്ടെത്തുകയും പോലീസ് അവിടെ വന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. താമരശ്ശേരി CIനെ വിളിച്ച സമയത്ത് CI ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയിട്ട് ഈ മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. വിനിത, നിലവിലിപ്പോൾ പ്രതിയെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ പ്രതിയുള്ളത്. ഇനിയിപ്പോൾ താമരശ്ശേരിയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയതിനു ശേഷം മാത്രമായിരിക്കും യാസിറിനെ അവിടെ നിന്നും കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടാവുക. ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. സ്വന്തം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് യാസിർ മാറുന്നു. അത് തടയാനെത്തിയ ഷിബിലയുടെ പിതാവിനും ഒപ്പം തന്നെ മാതാവിനും ഗുരുതരമായി പരുക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവരെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും വിദഗ്ധമായ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കുടുംബ വഴക്കിനെ തുടർന്ന് അത് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് യാസിറിന്റെ മനോനില മാറിയിരുന്നു. അത് ലഹരിക്കടിമയായാണ് യാസിർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. നേരത്തെ ഈ കുടുംബ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള നീക്കുപോക്കുകൾ ഈ നാട്ടിൽ തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ കൊലപാതകത്തിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടായത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് താമരശ്ശേരി പുതുപ്പാടി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വന്തം അമ്മ രോഗാവസ്ഥയിൽ കിടക്കുന്ന ഇടത്തേക്ക് എത്തി മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ആഷിഖ് ആ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ ആഷിഖുമായി സൗഹൃദം പുലർത്തുന്ന ആൾ കൂടിയാണ് ഈ യാസിർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഷിബില പിന്നീട് താമരശ്ശേരി പോലീസിൽ ഒരു പരാതി നൽകുന്നത്. അത് കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ്. തനിക്ക് ജീവനിൽ ഭീഷണിയുണ്ട്, തന്റെ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യാസിർ പിടിച്ചു വെച്ചിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആ പരാതിയിൽ വിശദമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പരാതി പൂർണ്ണ തോതിൽ പരിഹരിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം അത് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ആ വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള പരാതി വന്ന സമയത്ത് ആ വസ്ത്രം എടുത്ത് പൂർണ്ണമായും മുറ്റത്തേക്കിട്ട് അതിൽ തീ കൊളുത്തിയതിനു ശേഷം അതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി മാറ്റിക്കൊണ്ട് പോലും പ്രതികാര നടപടി തീർത്തിട്ടുള്ള ആൾ കൂടിയാണ് ഈ യാസിർ എന്നുള്ളതാണ്. കേവലം 26ഓളം വയസ്സ് മാത്രമാണ് യാസിറിനെ സംബന്ധിച്ചുള്ളത്. ഒരു ലഹരി മാഫിയ സംഘത്തിന്റെ ഭാഗമാകുകയും പിന്നീട് പൂർണ്ണമായും അതിനടിപ്പെട്ടുകൊണ്ട് ഇത്തരം വലിയ രീതിയിലുള്ള പ്രശ്നക്കാരനായി മാറുകയും ഒക്കെ ചെയ്തതാണ് യാസിറിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഈ കൃത്യം നടത്താനിടയായ സാഹചര്യം, എന്തിനാണ് ഈ 3 പേരെയും ആക്രമിക്കുന്ന തരത്തിലേക്ക് യാസിർ മാറിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ഈ വീട്ടിലേക്ക് സ്വാഭാവികമായും പോലീസിന്റെ പരിശോധനാ സംവിധാനങ്ങൾ നാളെ രാവിലെയോടുകൂടി എത്തും. ഇവിടെ ഫോറൻസിക് പരിശോധനകൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിനുൾപ്പെടെ ആ അർത്ഥത്തിൽ യാസിറിനെ വിധേയനാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഏതാണ്ട് 5 മണിക്കൂർ സമയം, അത് ആ ഒരു സമയത്ത് പല വഴികളിലൂടെ
യാസിർ സഞ്ചരിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് എത്തുന്നു. ഒരുപക്ഷേ ഈ ഫോണിലൂടെ വാർത്തകൾ ഉൾപ്പെടെ യാസിർ കേട്ടിരിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, തൻ്റെ ഭാര്യയുടെ മരണം സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത യാസിറിനെ സംബന്ധിച്ചും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണമെന്നാണ് നമ്മൾ കരുതുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തേക്ക് എത്തുന്നതും അവിടെയുള്ള പാർക്കിങ്ങിലേക്ക് എത്തി അവിടെ വാഹനമിട്ട ആ വാഹനത്തിനകത്ത് വിശ്രമിക്കുന്ന നിലയിലേക്ക് യാസിറിൻ്റെ മനോനില എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായ സംഭവം എന്നുള്ള നിലയിൽ തന്നെ ഈ ഒരു വിഷയത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം കുഞ്ഞ് വീട്ടിലിരിക്കെ ഏതാണ്ട് 3 വയസ്സോളം മാത്രമുള്ള ആ കുഞ്ഞിൻ്റെ മുൻപിൽ വെച്ചാണ് സ്വന്തം ഭാര്യയെ ഇത്തരത്തിൽ കഴുത്തിൻ്റെ ഏതാണ്ട് പുറകുവശത്തായി ഈ യാസർ കുത്തുന്നത്. പിന്നീട് അത് തടയാനെത്തുമ്പോൾ ആ ഷിബിലയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ദേഹത്തും മാരകമായി പരിക്കേൽപ്പിക്കുന്ന തരത്തിലേക്ക് യാസർ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരി മാഫിയ സംഘങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായി ഉണ്ട് എന്നുള്ള ആക്ഷേപം നാട്ടുകാരുൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് അടിച്ചമർത്തുന്നതിന് വേണ്ടി പോലീസ് എന്ത് നടപടി സ്വീകരിക്കുന്നു, ഒപ്പം തന്നെ ഈ അറസ്റ്റ് നടപടികൾ ഉൾപ്പെടെ യാസിറിന്റെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ എന്തൊക്കെ എന്നുള്ളത് കൂടിയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അറിയാനുള്ളത്. ദീപക്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കോഴിക്കോട് നിന്ന് വീണ്ടും ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി വന്നത്. നമുക്കറിയാവുന്നതുപോലെ ആഷിഖ് സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയത് ജനിപ്പിച്ചതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ആഷിഖിന്റെ ഉറ്റ സുഹൃത്താണ് യാസിർ എന്ന വിവരം കൂടിയാണ് വരുന്നത്. അതായത് ലഹരിയുടെ കണ്ണികൾ ആണ്, അതിൻ്റെ ഒരു സംഘമാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയല്ലേ ഇന്നിപ്പോൾ ഇത്ര ദാരുണമായ ഷിബിലയുടെ കൊലപാതകത്തിലേക്കും നയിച്ചത്. മാത്രമല്ല അവരുടെ മാതാപിതാക്കളെയും ക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഷിഖുമായി സൗഹൃദം ഈ യാസറിനുണ്ട് എന്ന് ബോധ്യപ്പെട്ടതോടു കൂടിയാണ് ഷിബിലയ്ക്ക് പരാതി നൽകണം എന്നുള്ള അർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ മാനസിക നില യാസറുമായി ഒത്തുപോകുന്ന നിലയിൽ അല്ലാതെയായി മാറുന്നത്. പിന്നീട് ഏതാണ്ട് 4 മാസക്കാലത്തോളം ഈ വീട്ടിലേക്ക് ഷിബില താമസം മാറ്റുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും ഒരു സമവായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രമ്യതയുടെയോ സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഷിബില സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അത്രത്തോളം വലിയ കൊടിയ പീഡനങ്ങൾ ഷിബിലയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി തന്നെയാണ്. നേരത്തെ അല്പം മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന വർഗീസേട്ടൻ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഇതിന് മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ശ്രമിച്ചയാളാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അത് രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ പോലും അതിനോട് അനുകൂലമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അനുകൂലമായ ഒരു സമീപനം യാസർ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അതായത് ഒരു നാട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എന്നുള്ള നിലയിലാണ് നാട്ടുകാരൊക്കെ ഇടപെടാറുള്ളത്. പക്ഷേ അതിനോട് പോലും ഒരു തരത്തിലും ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മനോനില മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ച 2 പേരാണ്. പക്ഷേ അവർക്കത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതിൽ അതിൽ ഏറ്റവും വലിയ വില്ലനായി മാറുന്നത് പിന്നീട് ലഹരിയാണ് എന്ന് പറയാതിരിക്കാൻ